ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ ഈമാനുള്ള സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തിരതല്ലുമ്പോൾ നിഫാഖ് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച വഹാബികൾ മാത്രം അതിൻ്റെ പേരിൽ അസൂയപ്പെടുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുന്ന കാഴ്ച എപ്പോഴും നമ്മൾ കാണുന്നതാണ്. പണ്ടും മുത്തുനബിയുടെ പേരിൽ അസൂയപ്പെട്ടതും വിലപിച്ചതും കരഞ്ഞതും മുനാഫിഖീങ്ങളും ഇബ്ലീസുമാണ്. താബിഈ പണ്ഡിതരിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹത്തിലേക്ക് സ്വഹീഹായ സനദ് പ്രകാരം ചെന്നു ചേരുന്ന റിപ്പോർട്ടിൽ ഇമാം തൊബ്രാനിയും മറ്റും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നുണ്ട്. 4 പ്രാവശ്യം ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം കരഞ്ഞത് വഹീന ബുഇസ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞേക്കപ്പെട്ടപ്പോഴാണ്. മുത്തുനബിയെ പറഞ്ഞേക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞെങ്കിൽ ഇന്ന് ഇബ്ലീസിന് പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കി അവൻ്റെ അനുയായികൾ അവൻ്റെ പണിഭാരം കുറക്കാനായി ആ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ മുഅ്മിനീങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടി വഹാബികൾ വേദി കെട്ടുകയാണ്. ഒരു മൗലവി പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു, ലാ തുതുറൂനി കമാ അത്വറത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈസ നബി അലൈഹിസ്സലാമിനെ നസ്രാണികൾ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങളൊരിക്കലും എന്നെ അമിതമായി പുകഴ്ത്താൻ പാടില്ല. ഈ ഹദീസ് റബീഉൽ അവ്വലിൽ എല്ലാ വേദികളിലും അങ്ങ് ഓതിയിട്ട് മുത്തുനബിയുടെ മദ്ഹ് പറയുന്നതിനെ മുടക്കാൻ എങ്ങനെയെങ്കിലും പഴുതുണ്ടോ എന്ന് ശ്രമിക്കുന്ന വേലയാണ് വഹാബികൾക്കുള്ളത്. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞത് അവിടുത്തെ വിനയത്തിൻ്റെ ഭാഗമാണ്. പറയുമ്പോഴും അള്ളാഹിൻ്റെ റസൂൽ ഈസ നബിയെ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഈസ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തി പ്രവാചകത്വ പദവിയിൽ നിന്നും ദൈവികത്വത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടല്ലോ, ആ രൂപത്തിൽ എന്നെ ചെയ്യാൻ പാടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അവിടുത്തെ മദ്ഹ് പറയുന്നതിനെ മുടക്കാനല്ല റസൂലുള്ളാഹി തങ്ങൾ ഉദ്ദേശിച്ചത്. മദ്ഹ് പറയുക എന്നുള്ളത് ഇബാദത്താണ്. അത് ഉമ്മത്ത് ചെയ്യേണ്ട കടമയായി അവിടുന്ന് പഠിപ്പിക്കുകയും സ്വഹാബത്ത് ധാരാളം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മദ്ഹ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഉമ്മത്തിന് വലിയ പുണ്യകർമ്മമായി അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ അവിടുത്തെ വിനയത്തിൻ്റെ ഭാഗമായി ഇത്തരം പല കൽപ്പനകളും സ്വഹാബത്തോട് നടത്തിയത് സ്വഹാബത്ത് സ്വീകരിച്ചില്ലല്ലോ. എന്നെ നിങ്ങൾ ആദരിക്കണ്ട, ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ട എന്നൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതായ ഹദീസ് ഉണ്ട്. പക്ഷെ സ്വഹാബത്ത് അത് ചെവിക്കൊണ്ടില്ല, സ്വഹാബത്ത് അത് സ്വീകരിച്ചില്ല. മുത്തുനബി തങ്ങൾ കൽപ്പിച്ചൊരു കൽപ്പന സ്വഹാബത്ത് ഏറ്റെടുക്കാതിരിക്കുമോ മുഅ്മിനീങ്ങളെ? ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു. മുത്തുനബി അവിടുത്തെ വിനയത്തിൻ്റെ ഭാഗമായി എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് എഴുന്നേൽക്കൽ ഫർളാണ്, ഞാൻ എഴുന്നേൽക്കാതിരിക്കൂല എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്നു. എന്തുകൊണ്ടാണത്? അള്ളാഹു തആല റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനാണ് പറഞ്ഞത്. റസൂലുള്ള ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞത് വിനയമാണ്. അള്ളാഹു മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കടമയായി പറഞ്ഞത് അവിടുത്തെ ബഹുമാനിച്ചു കൊള്ളണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. മുത്തുനബിയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തിൻ്റെ മേലെ ശബ്ദം ഉയരാൻ പോലും പാടില്ല. അങ്ങനെ ഉയർന്നാൽ അദബില്ലാതെ ശബ്ദം ഉയർത്തിപ്പോയാൽ നിങ്ങൾ അതുവരേക്കും ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് വളരെ ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തിട്ടുണ്ട്. ലാ തുതുറൂനി കമാ അത്വറത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം എന്ന ഹദീസ് ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ പറയുന്നത് മുടക്കാൻ ശ്രമിച്ച അതേ അസൂയാലുവായ മൗലവി തന്നെ അശ്റഖ ബൈത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് കാണാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, പിന്നീട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടി ഞാൻ പറയാം. നബിനെ അപമാനിക്കുന്ന വാക്കുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണാടിയിലൂടെ മൈക്ക് വെച്ച് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ അർത്ഥം വെച്ച് പഠിക്കണം. അർത്ഥം വെച്ച് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ഒന്ന് വെറുതെ നിങ്ങൾ സ്വയം പഠിച്ചോ. ഇങ്ങനെ മറ്റൊരാൾ പറ്റിച്ചു തോന്നണ്ടല്ലോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, അല്ലതാ യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇടയെ കൂടെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഗഫിറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യാതി. നബിയേ, എന്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നിങ്ങൾ പുറത്തു തരണം. നിങ്ങൾ ആരാ? അൻത ഗഫാറുൽ ഖതായ വദുനൂബിൽ മുബിഖാതി. നിങ്ങൾ ഗഫാറാണ്.
അള്ളാന്റെ പേരാണ് ഗഫാർ, അള്ളാന്റെ പേരാണ് ഗഫൂർ. ഇതൊക്കെ നബിക്ക് ഇട്ടുകൊടുത്തു. അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ഇതൊരിക്കലും പ്രശംസകളല്ല. എന്തൊരു വിവരക്കേടാണ് ഇയാൾ പറയുന്നത്. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി കഫിറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലി സയ്യിആതി എന്ന് പറയുന്ന ഭാഗം മുത്തുനബിയോടുള്ള മുനാജാത്ത് അല്ല മൗലവി, അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, ദുആയാണ്. ഞങ്ങളുടെ മൗലിദുകളും ബൈത്തുകളും ഞങ്ങളുടെ ഇമാമുകൾ രചിച്ച കിതാബുകളും അർത്ഥം മനസ്സിലാക്കാനുള്ള അത്ര വളർച്ച നിങ്ങൾക്ക് ആ മൂപ്പ് എത്തിയിട്ടില്ല. അതിൻ്റെ പൊരുൾ തിരിയണമെങ്കിൽ സുന്നികളടുത്ത് പഠിക്കണം മൗലവി. ഞങ്ങളുടെ മൗലിദുകളിലും ബൈത്തുകളിലുമൊക്കെ ആദ്യ ഭാഗം മഹാന്മാരോടുള്ള മുനാജാത്താണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം ദുആയാണ്. ഈ അശ്റഖ ബൈത്തിൽ യാ വലിയൽ ഹസനാത്തിന്ന് തുടങ്ങുന്ന ഭാഗത്തിൻ്റെ തൊട്ടു മുമ്പ് സ്വലാത്ത് കണ്ടിട്ടില്ല മൗലവി നിങ്ങൾ? ഫഅലൈകല്ലാഹു സ്വല്ല ദായിമൻ തുലദ്ദൂരി. കാലാകാലത്തേക്കും അല്ലാഹു തആല അങ്ങയുടെ മേലിൽ സ്വലാത്ത് വർഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വലാത്ത് കൊണ്ട് മുനാജാത്ത് അവസാനിപ്പിച്ചു. സ്വലാത്ത് ഞങ്ങൾ ഒരു മുനാജാത്തിൻ്റെ അവസാനം കൊടുക്കും, അതിനപ്പുറം ദുആയും കൊടുക്കും. അതാണ് അതിൻ്റെ ചിട്ട മര്യാദ. അവിടെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടു, മുനാജാത്ത് കഴിഞ്ഞു, അതിനപ്പുറം പ്രാർത്ഥനയാണ്. ഏത് മദ്ഹ് പറച്ചിലിൻ്റെയും അവസാനം ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണത്. ഞങ്ങളുടെ മുത്ത് ഹബീബിൻ്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ആഗ്രഹിക്കണ്ട. നിങ്ങൾ മുത്തുനബിയുടെ മദ്ഹ് പറയുന്നതിനെ മുടക്കാനും ഇബ്ലീസിനെ പോലെ കരയാനും ശ്രമിച്ചോളൂ, അവൻ്റെ കൂടെ കൂടിക്കോളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല മൗലവി. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്ന ഭാഗം അള്ളാഹുവിനുള്ള ദുആയാണ്. കഫീറൻ അന്നി ദുനൂബി, എൻ്റെ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് ഇതാ ഞങ്ങൾ കൈയുയർത്തിയിരിക്കുന്നു, എൻ്റെ ദോഷം പൊറുത്തുകൊണ്ട റബ്ബേ. അന്ത ഗഫാറുൽ ഖതായ, നീ ദോഷം പൊറുക്കുന്ന റബ്ബല്ലയോ എന്ന് ഞങ്ങൾ റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥനയെ മുത്തുനബിയോട് നടത്തുന്ന പ്രാർത്ഥനയാക്കി തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾ കരുതണ്ട. കാരണം നിങ്ങളെപ്പോലത്തെ വിഡ്ഢികളല്ല സമൂഹത്തിലെ മുഴുവൻ ആളുകളും എന്ന് മൗലവി മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.